ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ യൂത്തിന് വേറെ കൺട്രീസ് യൂത്തിന് ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്യാൻ കൊടുക്കുന്ന ആ പ്ലാറ്റ്ഫോം കൊടുക്കുന്ന നല്ലൊരു തീരുമാനം വെച്ചാൽ അടുത്ത തലമുറകളാണ് അവർ. അപ്പം ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചറാണ്. അവർ കൺട്രീസ് തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ടാകുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. ഫ്യൂച്ചറിൽ ആ കൺട്രി ഡെവലപ്മെൻറ്റിന് നല്ലോണം ബാധിക്കും, പോസിറ്റീവ്ലി ആയിരിക്കും അത് ബാധിക്കുന്നത്. ഇതുപോലെ ഇനി അവസരങ്ങൾ കൊടുക്കണം, പ്ലാറ്റ്ഫോം കൊടുക്കണം, യൂത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യണം. എന്നാലാണ് കൺട്രീസ് തമ്മിലുള്ള ബോണ്ടിങ് സ്ട്രോങ് ആവത്തുള്ളൂ. ഇപ്പോൾ ഫുഡിൻ്റെ കാര്യം തന്നെയാണ്. അവർ വിചാരിച്ച സൗത്ത് ഇന്ത്യൻസ് ആരും ബീഫ് കഴിക്കില്ല എന്ന്. പക്ഷേ സൗത്ത് ഇന്ത്യൻസ് ബീഫ് കഴിക്കും. പിന്നെ എല്ലാവരും വെജിറ്റേറിയൻസ് അല്ല, നോൺ വെജിറ്റേറിയൻസ് ഉണ്ടെന്നും അതൊക്കെ നമുക്ക് പറയാൻ പറ്റി അവരോട്. പിന്നെ അവർ വിചാരിച്ചത് എന്താ, ഇന്ത്യ മൊത്തം ആൾക്കാരെല്ലാം ഒരേപോലെയാണ്, എല്ലാവരും ഹിന്ദി മാത്രമേ സംസാരിക്കൂ, വേറെ ലാംഗ്വേജ് ഒന്നുമില്ല. പക്ഷേ നമുക്ക് അവരോട് പറയാൻ പറ്റി, അതായത് ഓരോ സ്റ്റേറ്റിൽ ഓരോ സ്റ്റൈലാണ്, ഡ്രസ്സിങ്ങിൽ തന്നെ വ്യത്യാസമുണ്ട്, ലാംഗ്വേജ് വ്യത്യാസമുണ്ട്, അവരുടെ ഫുഡ് ഹാബിറ്റ്സ് എല്ലാത്തിലും വ്യത്യാസമുണ്ട്. പിന്നെ ഇപ്പോൾ വേറെ കൺട്രീസ് തന്നെയാണ് നമുക്ക് ചെറിയ വിചാരമുണ്ട്, അതായത് ഇപ്പോൾ ചൈനക്കാരാണ് ഈ പാറ്റയും പല്ലി അങ്ങനത്തെയൊക്കെ തിന്നും. ഞങ്ങൾ ചോദിച്ചു അവരോട്, അവർ പറഞ്ഞു അങ്ങനെ ഒന്നുമില്ല, അത് ചിലർ മാത്രമേ കഴിക്കത്തുള്ളൂ. ചൈനക്കാർക്ക് പലർക്കും അത് തന്നെ അവർക്ക് തന്നെ ഇഷ്ടമില്ല. അതുപോലെ നമുക്കിങ്ങനെ മനസ്സിലാക്കാൻ പറ്റി, കൂടുതലും അവരെക്കുറിച്ച് അറിയാനും പറ്റി, കൺട്രിയെക്കുറിച്ച് അറിയാനും അവരുടെ കൾച്ചറെ കുറിച്ച് അറിയാനും എല്ലാത്തിനും നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരുന്നത്. സോ ഇതുപോലെ കുറേ ഓപ്പർച്യൂണിറ്റീസ് എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ആ കൺട്രി ഡെവലപ്മെൻറ്റ് നല്ല പോസിറ്റീവ്ലി അത് എഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇതുപോലെ നല്ല അവസരങ്ങൾ കൊടുക്കുക, ഇൻട്രാക്റ്റീവ് അവസരം കൊടുക്കുക, കൾച്ചർ എക്സ്ചേഞ്ച് അവസരം കൊടുക്കുക. ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കൺട്രിയുടെ ഡെവലപ്മെൻറ്റ് തന്നെ.